ഒരു കാലത്ത് റീൽസുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു സ്ഥലമാണ് ഈ കാണുന്ന കരിയത്തുംപാറ. ഇന്നത്തെ മസിനഗുഡി ഊട്ടിയൊക്കെ പോലെ അന്ന് എങ്ങനെ സ്ക്രോൾ ചെയ്താലും ഈ കരിയത്തുംപാറൻ്റെ റീൽസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അത്രക്ക് വൈറലായിരുന്നു ഈ സ്ഥലം. എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷൻ്റെ അടുത്ത് കാണുന്നത് പോലെ ഉപ്പിലിട്ടതും ഐശ്വര്യതയും കുലുക്കി സോഡയൊക്കെ ഇവിടെയും കാണാം. ഇവിടെ രാവിലെ 9 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആകുന്നത്, വൈകുന്നേരം 6 മണി വരെ. അഡൽട്ടിന് 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് വെറും 1 മണിക്കൂർ യാത്ര ചെയ്താലെത്തുന്ന ഒരു സ്പോട്ട്. നല്ല പച്ചപ്പും അരുവിയും മലനിരകളും ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ്. പിന്നെ കക്കയം ഡാമിൻ്റെ താഴ്വാരത്തായിട്ടാണ് ഈ കരിയത്തുംപാറ ഉള്ളത്. രാവിലെ 9 മണിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറിയത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ബെസ്റ്റ് ഫോട്ടോ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് നല്ല ഫോട്ടോസ് കിട്ടും. മഴയില്ലാത്ത സമയത്ത് കുട്ടികൾക്ക് ഇവിടെ ഇറങ്ങി കളിക്കാനൊക്കെ പറ്റും. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു കിടിലൻ സ്പോട്ട്. ഏത് ആംഗിളിൽ നിന്ന് എടുത്താലും അടിപൊളി ഫോട്ടോ കിട്ടും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളത്. ഈവനിങ് ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും കിട്ടിയെന്ന് വരില്ല. നമ്മൾ പല റീൽസ് കണ്ടിട്ട് പോയിട്ടും പിന്നെ അവിടെ എത്തുമ്പോൾ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റീൽസിൽ കാണാറില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും. ഈ കാണുന്ന അരുവി ക്രോസ് ചെയ്ത് നമ്മളപ്പുറം പോയി കഴിഞ്ഞാൽ നല്ല മരങ്ങൾക്കിടയിലൂടെ നമ്മുടെ ഈ ഊട്ടിയിലൊക്കെ പോയ പോലുള്ള നല്ലൊരു വ്യൂസ് നമുക്ക് അവിടെ കിട്ടും. ഗൂഗിൾ മാപ്പിൽ കരിയത്തുംപാറ തോണിക്കടവ് എന്ന് അടിച്ചാൽ തന്നെ കറക്റ്റ് നിങ്ങൾക്ക് ആ ഗേറ്റിൻ്റെ മുന്നിൽ എത്താൻ പറ്റും. ലൊക്കേഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.